പുതുതലമുറയുടെ സമഗ്ര വളർച്ചയ്ക്കായി സാമൂഹിക പ്രതിബദ്ധതയ്ക്കും മൂല്യാധിഷ്ഠിത പഠനത്തിനും ഊന്നൽ നൽകി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ഹോളി ക്രോസ് സ്കൂൾ മുള്ളൂർക്കര. CBSE കരിക്കുലം, അക്കാഡമിക് എക്സലൻസ്, ക്വാളിഫൈഡ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് സ്റ്റാഫ് ആൻഡ് മാനേജ്മെന്റ്, co-curricular activities for skill development, communicative English, sports coaching, well-equipped science, computer labs and school library, safe transportation. 2026-27 അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. Contact 9562482835. ദളപതി വിജയിനെ കാണാൻ പട്ടാമ്പിയിൽ നിന്ന് കാൽനടയായി യാത്ര തുടർന്ന് യുവദമ്പതികൾ ഡ്രൈവറായ KS മുഹമ്മദ് റാഫിയും ഭാര്യ ഷഹനമോളും ചേർന്നാണ് ചെന്നൈയിലേക്ക് നടക്കുന്നത്. വിജയുടെ കടുത്ത ആരാധകരാണ് ഇരുവരും. ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ദളപതി വിജയ് അണ്ണനെ കാണണം. അതിന് താനൂരിൽ നിന്ന് ചെന്നൈയിലേക്ക് നടക്കുകയാണ് യുവദമ്പതികളായ മുഹമ്മദ് റാഫിയും ഷഹനയും. സിനിമകളിലൂടെ വിജയ് അവതരിപ്പിച്ച കഥാപാത്രങ്ങളെ അത്രയേറെ ഇഷ്ടമാണ് ഇവർക്ക്. അന്നു മുതൽ കടുത്ത ആരാധനയാണ്. നേരിൽ കാണാനുള്ള ആഗ്രഹം പണ്ടേയുണ്ട്. തമിഴ്നാട്ടിൽ വിജയ് പാർട്ടിയുണ്ടാക്കി മത്സരിച്ച് ജയിക്കുകയും മുഖ്യമന്ത്രിയാകാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങുകയും ചെയ്തതോടെ ആ ആഗ്രഹം കടുത്തു. ചെന്നൈയിലെത്തി അദ്ദേഹത്തെ കാണാൻ തന്നെ തീരുമാനിച്ചു. നടന്നു പോകാനായിരുന്നു ആഗ്രഹം. അതുകൊണ്ട് നടക്കാൻ തീരുമാനിച്ചു. ഇക്കഴിഞ്ഞ 6-ന് ബുധനാഴ്ച ഷഹനയുടെ നാടായ താനൂരിൽ നിന്നും കാൽനടയായി യാത്ര തിരിച്ചു. വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് പട്ടാമ്പിയിലേക്ക് എത്തിയത്. ഉച്ച സമയങ്ങളിൽ വിശ്രമിച്ചും രാത്രി എവിടെ എത്തുന്നോ അവിടെ ടെന്റിൽ താമസിച്ചും പെട്രോൾ പമ്പിൽ നിന്ന് ഫ്രഷായുമൊക്കെയാണ് ഇവരുടെ യാത്ര. നമ്മൾ ഈ ഒരു ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത് മലപ്പുറത്തെ താനൂരിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ചെന്നൈ വരെ ഞങ്ങൾ പോകുന്നുണ്ട്. ഈ പോകുന്ന റൂട്ട് എന്ന് വെച്ചാൽ നമ്മൾ മലപ്പുറം, ചമ്രവട്ടം, പട്ടാമ്പി, പാലക്കാട്, കോയമ്പത്തൂർ അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. ഇവിടുന്ന് ഏകദേശം 650 കിലോമീറ്റർ നമ്മൾ നടക്കുന്നുണ്ട്. അതും ഞങ്ങൾ രണ്ടുപേരും കാൽനടയായിട്ടാണ് ഈ ഒരു യാത്ര ചെയ്യുന്നത് മുഴുവനും. ഇതിനകത്ത് റിസ്ക് എന്ന് വെച്ചാൽ ഞങ്ങൾ ടെൻ്റ് അടിച്ചിട്ടാണ് ഞങ്ങൾ കിടക്കുന്നത്, അല്ല റൂമും കാര്യങ്ങളും എടുക്കുന്നില്ല. പിന്നെ ഭക്ഷണം നമ്മൾ പോകുന്ന വഴിക്ക് കടകളിൽ നിന്ന് കഴിക്കും, എന്നിട്ട് നമ്മൾ അങ്ങനെ പോകും. പിന്നെ കുറേ പേര് നമ്മളെ കാണുന്നവർ നമ്മളോട് ചോദിക്കുന്നുണ്ട്, ഇതുപോലെ ഭക്ഷണമൊക്കെ വാങ്ങിച്ച് തരണോ, അതുപോലെ വെള്ളം വേണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാവരോടും സന്തോഷം പറഞ്ഞ് നമ്മൾ പോകുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം വെച്ചാൽ എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ. അത് ആ ഒരു സപ്പോർട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് നടക്കാനുള്ളൊരു ഊർജ്ജം കൂടുതൽ കിട്ടുന്നുണ്ട്. ഈ നടക്കുന്നവർക്ക് ഇതിനെക്കുറിച്ചുള്ള ബുദ്ധിമുട്ടറിയില്ല. അത്രയേറെ പെയിൻ ഉണ്ട്. നമ്മൾ ഈ ബാഗും ലഗേജും കാര്യങ്ങളൊക്കെ രാവിലെ തൊട്ട് നമ്മൾ നടപ്പ് തുടങ്ങുന്നതാണ്. അപ്പോൾ അതിൻ്റെ പെയിൻ നടന്നിട്ടുള്ളവർക്ക് നല്ലപോലെ അറിയാം. അപ്പോൾ 650 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ദൂരമുണ്ട്, നല്ല യാത്രയുണ്ട്, നല്ലപോലെ പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഞങ്ങൾ ദളപതിയെടുത്ത് എത്തും. പാലക്കാട് വഴിയാണ് തമിഴ്നാട്ടിലേക്ക് കടക്കുന്നത്. ചെന്നൈയിലെത്തിയാൽ എങ്ങനെയാണ് വിജയെ കാണുകയെന്നൊന്നും ഇരുവർക്കും അറിയില്ല. എന്തായാലും ആദ്യം ചെന്നൈയിലേക്ക് എത്തുക, പിന്നെ പതിയെ അതിനുള്ള വഴി ഒരുങ്ങുമെന്നാണ് വിശ്വാസം. മുഖ്യമന്ത്രി പദവിയിൽ വിജയ് സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയമാകുമ്പോഴേക്കും ചെന്നൈയിൽ എത്താനാകുമെന്നാണ് കരുതുന്നത്. അത് വെച്ചാൽ ചെറുതാകുമ്പോഴേ ഞങ്ങൾക്ക് സിനിമയെല്ലാം കണ്ട് അങ്ങനെ ഒരു ആരാധന തുടങ്ങിയതാണ്. പക്ഷെ ഇപ്പോഴൊന്നും അങ്ങനെ വലുതാകുമ്പോഴത്തേന് നമ്മൾക്ക് അങ്ങനെ പോകാനൊന്നും പറ്റൂല കാണാൻ. അപ്പൊ ഇത്തകാനെ കിട്ടിയപ്പോൾ ഇത്തക പറഞ്ഞു നമുക്ക് പോവാം. അങ്ങനത്തെ ഒരു രീതിയിൽ ഞാനും പോയി ഇത്തകാനെ കൂടെ. എന്തായാലും 2 ആഴ്ചൻ്റെ ഉള്ളിൽ ഞങ്ങൾ എന്തായാലും എത്തും. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്കാണ് ഇരുവരും നടത്തം തുടങ്ങിയത്. കോട്ടയം സ്വദേശിയാണ് മുഹമ്മദ് റാഫി. ഷഹനമോളെ വിവാഹം ചെയ്തതിനു ശേഷം താനൂരിൽ സ്ഥിര താമസമാക്കുകയായിരുന്നു.